സുഷമ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ഭാഗം 1-ലെ ഉള്ളിലുയർക്കും മഴവില്ല് എന്ന ഭാഗമാണ് എടുക്കുന്നത്. എന്താണ് ഉള്ളിലുയർക്കും മഴവില്ല് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഉള്ളിൽ പറയുന്നത് മനസ്സ് അല്ലേ? മനസ്സിൽ ഉയർക്കും, ഉയിര്, ജീവിക്കുക അല്ലെ? ഉയിര് പറയുന്നത് ജീവൻ, അത് ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ മഴവില്ല്. മഴവില്ല് കാണാൻ എന്ത് ഭംഗിയാണ് അല്ലേ? അതുപോലെ നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ഉള്ളിൽ ഉയർക്കും മഴവില്ല് പറഞ്ഞാൽ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന എന്നാണ് ആ യൂണിറ്റിന്റെ പേര് അല്ലേ? അതിൽ നോക്കൂ അഭിമുഖം. എന്താണ് അഭിമുഖം? ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് അല്ലേ? അതിൽ KG ശങ്കരപ്പിള്ളയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയണം ആരോ എപ്പോഴും എഴുതിയിരിക്കാനാവുന്നതായിരിക്കാം ഇത്. അതാണ് ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് എന്ന് പറഞ്ഞു. ഏറ്റവും നോക്കത് എന്താണ്? ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അല്ലേ? അത് കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കുന്നു, അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ അല്ലേ? അത് ആരെങ്കിലും സംശയിക്കണം, അത് കഴിയുന്നില്ലല്ലോ അല്ലേ? ഇങ്ങനെ കഴിയുന്നില്ലല്ലോ എന്നല്ല പറഞ്ഞു, കഴിയുന്നില്ലല്ലോ അല്ലേ എന്നാണ് എഴുതിക്കുന്നത്. ഏറ്റവും ഇഷ്ടം എന്നെ തന്നെയാണ്. അതായത് അവരവർക്ക് ഇഷ്ടം അവരവരെ തന്നെയാണ് അല്ലേ? നമ്മൾ കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് എന്തും നമ്മുടെ കാര്യം നോക്കുക അല്ലേ? ഒരു ആപത്ത് വന്നാലും നമ്മൾ സ്വയം രക്ഷയും നോക്കുക. അതുപോലെ എന്തും ഫസ്റ്റ് നമ്മൾ ചാൻസ് കൊടുക്കുന്ന അവരവരെ തന്നെയാണ് അല്ലേ? അതാണ് പറഞ്ഞത്, ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും അവരവരെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ചോദിക്കുന്നത് അത് കഴിഞ്ഞാൽ അല്ലെ? ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിന് ശേഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് അത് കഴിയുന്നില്ലല്ലോ അല്ലേ? അവരാ നമ്മൾ മരിക്കുന്നവരെ നമ്മൾ തന്നെ സ്നേഹിക്കുന്നത്, മരിച്ചപ്പോൾ നമുക്ക് ഓർമ്മയൊന്നുമില്ല അല്ലേ? അപ്പൊ അത് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ മരണം വരെയും നമ്മൾ ആരെയാണ് സ്നേഹിക്കുന്നത്? നമ്മളെ തന്നെയാണ് അല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ കണ്ണയുടെ മുന്നിലൊക്കെ കുറേ നേരം നോക്കി നിൽക്കുന്നതും നമ്മുടെ ഓരോ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നതും. ഇവിടെ കൊടുത്തിട്ട് താഴെ കവിതയിലും ചിത്രത്തിലും തെളിയുന്ന മനോഭാവം ചർച്ച ചെയ്യുക അല്ലേ? കവിതയിൽ പറയും തന്നെ, അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യുന്നു? ഒരു കണ്ണല്ലിങ്ങനെ നോക്കുന്നു അല്ലേ? അപ്പൊ അതിൽ തന്നെയാണ് സൂക്ഷിച്ചു നോക്കുന്നത്. അപ്പൊ എത്ര നേരം വേണമെങ്കിൽ അത് നോക്കി നിൽക്കും. അപ്പൊ ആ സൗന്ദര്യം ആസ്വദിക്കുന്നു. എന്നാൽ പ്രകൃതി ഇപ്പോൾ ഒരു കയ്യിൽ അവിടെ പ്രകൃതി സൗന്ദര്യമായി ഉണ്ട്, പക്ഷെ അത് കാണുന്നില്ല. തൻ്റെ സൗന്ദര്യം തന്നെയാണ് നമ്മൾ ആസ്വദിക്കുന്നത് അല്ലേ? അത് എത്ര ഭംഗിയുണ്ടോ ഭംഗിയില്ല എന്നല്ല, അവരവർക്ക് ഇഷ്ടം അവരവരെ തന്നെയാണെന്നാണ് ആര് പറയുന്നത്? KG ശങ്കരപ്പിള്ള പറയുന്നത്. കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കവിതയിലെ ഒരു ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്, സുഹൃതഹാരങ്ങൾ എന്ന് അല്ലേ? ആ കവിത നമുക്ക് നോക്കാം. അതിന്റെ മുകളില് ഒരു കൊടുത്തിരിക്കുന്ന നോക്കൂ, അവരവരിൽ നിന്നുള്ള ഇറങ്ങി നടത്തം, അനുഭവങ്ങളിൽ നിന്ന് അറിവിന്റെ തെളിനീരുറവുകൾ. എന്താണ് അവരവരിൽ നിന്നുള്ള ഇറങ്ങി നടത്തം? നമ്മൾ ആദ്യം നമ്മളെ തന്നെ അറിയണം അല്ലേ? എന്നിട്ട് നമ്മുടെ അവരവരിൽ നിന്ന് ഇറങ്ങി നടക്കുക. അപ്പോൾ നമ്മൾ പുറലോ കാണണം. അപ്പോഴേ കുറെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവൂ. ആ അനുഭവങ്ങളിൽ നിന്ന് അറിവിന്റെ തെളിനീര് പറഞ്ഞാൽ അത്രയും പരിശുദ്ധമായ വെള്ളം അല്ലേ? അതേപോലെ നമുക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ നല്ല പാഠങ്ങളും മറ്റും നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരെ നമ്മൾ വിചാരിക്കും നമ്മളാണ് ഏറ്റവും നല്ല കുട്ടി, നല്ലത് നമ്മളാണ്, എല്ലാം നമ്മളാണെന്ന് വിചാരിക്കും. മറ്റുള്ളവരെ കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അല്ലേ? അതുപോലെ നമുക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തെക്കുറിച്ചും മറ്റുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചും നമുക്ക് നന്നായി അറിയാൻ കഴിയുള്ളൂ എന്നാണ് അല്ലേ? ഇനി നമുക്ക് സുഹൃതഹാരങ്ങൾ, സുഹൃത്തം ചെയ്യാവർ അല്ലേ? എന്നാൽ നല്ല പ്രവൃത്തികളും ഒക്കെ ചെയ്യുന്നതാണ്. ഹാരം പറയുന്ന മാല അല്ലേ? സുഹൃതഹാരങ്ങൾ എന്ന് അതിനെ കൊടുത്തിരിക്കുന്നത്. ഇത് ഏത് കവിതയാണ്? ചണ്ടാല ഭിക്ഷുകി, കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇത് പഠിക്കാനുള്ളത്. നമുക്കിനി ഇത് ചണ്ടാല ഭിക്ഷുകിയിലെ കഥ നടക്കുന്നത് ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലെ? 2500 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കവിതയിലെ കഥ നടക്കുന്നത്. പുരാതന ഇന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള പ്രദേശത്തെ അക്കാലത്തെ കൊടിയ വരൾച്ചയുണ്ടായി അല്ലെ? നന്നായിട്ട് വരൾച്ച ആ ഭാഗത്ത് ഉണ്ടായി. ആ സമയത്ത് സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ഘട്ടത്തിൽ, അലിയുന്ന അല്ലെ? വെള്ളത്തിന് വേണ്ടി എല്ലാവരും അലിഞ്ഞു നടക്കുകയാണ്. ആ
ഘട്ടത്തിൽ പറഞ്ഞ സമയത്തിൽ ആ ഘട്ടത്തിൽ നടന്നു തളർന്ന ദാഹാർത്തനായി, ദാഹാർത്തം എന്താ, അധികം പരവശനായിട്ട് വെള്ളം കുടിക്കാനായിട്ട് പരവശനായ ആര്, ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു. ആരാണ് ഒരു ബുദ്ധഭിക്ഷു, അയാളുടെ പേരെന്താ, ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന ആരെ കണ്ടു, മാതംഗിയെ കണ്ടുമുട്ടുന്നു. അല്ലേ, ആള് ഇങ്ങനെ വെള്ളം താഴ്ത്തിട്ട് നടന്നു വരുമ്പോ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതംഗിയെ കണ്ടു. അല്ലേ, അതാണ് സന്ദർഭം. അല്ലേ, ഇനി നമുക്ക് കവിതയിലേക്ക് നോക്കാം. തൂമതേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൾ. അല്ലെ, എന്താ പറയുന്നത്, തൂമതേടും, തൂമ എന്താ, ഭംഗി. അല്ലെ, തൂമതേടും പറഞ്ഞ തൂമ ഭംഗി തേട തൻ പാള, പാള എന്ന് പറഞ്ഞ കൗങ്ങിന്റെ പാള തന്നെയാണ്. അല്ലെ, അന്ന് താഴ്ന്ന ജാതിക്കാർക്കൊന്നും നമുക്കറിയത് 2500 വർഷങ്ങൾക്ക് മുമ്പാണ്. അല്ലെ, ആ സമയത്ത് നമ്മൾ കിണറിലെ വെള്ളം കോരാൻ പാത്രമൊന്നുമില്ല. അപ്പോൾ ആൾക്കാര് അത് ഒന്നാമത് താഴ്ന്ന ജാതിക്കാരാണ്, അവർക്കില്ല. മറ്റുള്ളവർക്കൊക്കെ എന്താ പറയാ, ചെമ്പ് കുടവും പിച്ചളക്കുടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് അതൊന്നും ഇല്ല. അല്ലേ, അവരെന്ത് ചെയ്യും, കൗങ്ങിൻ പാളയിൽ കൊണ്ട് 2 അറ്റം ഇങ്ങനെ കെട്ടിയിട്ട് കയറ് കെട്ടിയിട്ടാണ് അതിൽ വെള്ളം കൊണ്ടു, പാളയിൽ. അതാണ് തൻ പാള. പാള ഇങ്ങനെ ഒരു കൗങ്ങിന്റെ പാള കൊണ്ട് ഒരു തൊട്ടി പോലെ ഉണ്ടാക്കിയിട്ട് കോരുക. തൻ പാള കിണറ്റിലിട്ടു, കിണറ്റിലിട്ട് ഓമൽ കയ്യാൽ, ഓമൽ മനോഹരമായ കയ്യാൽ കയറ് വലിച്ചുടൻ, കയറിങ്ങനെ വലിക്കുക. കോമളാങ്കി നീർ കോരി നിന്നിടിനാൾ. കോമളാങ്കി പറഞ്ഞാ സുന്ദരി, മനോഹരി. നീർ പറഞ്ഞ വെള്ളം, വെള്ളം കോരി നിന്നിടിനാൾ, അവിടെ വെള്ളം കോരി നിൽക്കുന്നു എന്ന്. അല്ലേ, കാരണം തൻ്റെ പാള കിണറ്റിലിട്ടുകൊണ്ട് മനോഹരമായി കയറുകൊണ്ട് ഇങ്ങനെ വലിച്ച് വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്നു. ശ്രീമാൻ ഭിക്ഷു വന്നു ചെന്നർത്ഥിച്ചേ. ആ സമയത്ത് ശ്രീമാൻ ഭിക്ഷു, അല്ലേ, ആരാണ് അവിടെ ഭിക്ഷു, നമ്മുടെ ബുദ്ധ സന്യാസി. ഇല്ലേ, ആനന്ദൻ എന്ന ബുദ്ധ സന്യാസി ആ ഭിക്ഷു വന്നു ചെന്നർത്ഥിച്ചേ. അർത്ഥിക്കുന്ന യാചിക്കുക, അല്ലെ, വെള്ളം ചോദിക്കുക. ചെന്നർത്ഥിച്ചേ. ദാഹിക്കുന്നു ബഹിനി കൃപാരസമോഹനം കുളിർ തണ്ണീരദാശുനി ഓമലേ തരു തെല്ലെന്നതു കേട്ടാരും മനോഹരി അമ്പരന്നോതിനാൽ. എന്താ ചോദിച്ചു നോക്കൂ, ദാഹിക്കുന്നു ഭഗിനി. അല്ലെ, എനിക്ക് ഭയങ്കര ദാഹമുണ്ട്. ഭഗിനി, ഭഗിനി എന്ന് പറഞ്ഞ എന്താ, സഹോദരി. അല്ലെ, സഹോദരി എനിക്ക് ഭയങ്കര ദാഹമുണ്ട്. കൃപാരസം, കൃപാരശയ്ക്ക് ദയ. അല്ലെ, ദയാരസം വെള്ളത്തിന് പറയുന്നതാണ്. അല്ലെ, കൃപാരസം മോഹനം, മോഹനം മനോഹരമായ, നല്ല മനോഹരമായ വെള്ളം, തെളിഞ്ഞ കിണറ്റിലെ തെളിഞ്ഞ വെള്ളമാണ്. കുളിർ, നല്ല തണുത്ത വെള്ളം. അല്ലേ, കിണറ്റിലെ വെള്ളം കുടിക്കാൻ നല്ല സുഖമാണ്, ആ തണുത്ത വെള്ളം ഫ്രിഡ്ജിനെക്കാളും. അല്ലേ, അതാണ് പറയുന്നത്. കുളിർ തണ്ണീര് ദാശു, ആ തണുത്ത വെള്ളം, തണ്ണീർ, ആ വെള്ളം. ആശു എന്താ, പെട്ടെന്ന്. നീ ഓമലേ തരൂ, എനിക്ക് ആ ശുദ്ധമായ വെള്ളം, തണുത്ത വെള്ളം പെട്ടെന്ന് തരൂ, അത്രയും ദാഹം. ഇല്ലേ, വേഗം തരൂ. ഓമലേ എന്ന് പറയാം, സുന്ദരി, തരൂ. തരൂ തെല്ലെന്നതും, തെല്ല് പറഞ്ഞാ കുറച്ച്. അല്ലെ, എനിക്ക് ആ മനോഹരമായ തണുത്ത വെള്ളം കുറച്ചു തരൂ, പെട്ടെന്ന് തരൂ എന്ന് പറയാ. അല്ലെ, തെല്ല് പറഞ്ഞ കുറച്ച്. എന്നതു കേട്ട, ആരാ, കേട്ടൊരു മനോഹരി അമ്പരന്നോതിനാൾ. അത് കേട്ടതും മാതംഗി അമ്പരന്നു പോയി. അല്ലെ, ഞെട്ടിപ്പോയി. തന്നോട് വെള്ളം ചോദിക്കുന്നു. കാരണം അക്കാലത്ത് എന്ത് ചെയ്യുന്നു, നമുക്കറിയാം 2500 വർഷങ്ങൾക്ക് അപ്പുറമാണ്. അക്കാലത്ത് ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു. അല്ലെ, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്ന ഒരു ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അപ്പൊ മാതംഗിയാണെങ്കിലോ താഴ്ന്ന ജാതിയിൽ ജനിച്ചവനാണ്. ഭിക്ഷു ഉയർന്ന ജാതിയിൽ, താഴ്ന്ന ജാതിക്കാരിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കാറില്ല. അതുകൊണ്ട് നമുക്കറിയാം അക്കാലത്തെ ഉയർന്ന ജാതിക്കാർ നടക്കുന്ന വഴിയിലൂടെ നമുക്ക് നടക്കാനോ, അവർ കുടിക്കുന്ന കിണറിലെ വെള്ളം കോരാനോ, അവർ കുളിക്കുന്ന കുളത്തിൽ കുളിക്കാനോ നമുക്ക് താഴ്ന്ന ജാതിക്കാർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. അല്ലെ, അങ്ങനെ ജാതി വ്യവസ്ഥിതി ഉള്ള കാലഘട്ടത്താണ് താഴ്ന്ന ജാതിയായ എന്ത് ചെയ്യുന്നു, മാതംഗിയോട് ഈ ബുദ്ധഭിക്ഷു വെള്ളം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ആര് ഞെട്ടിപ്പോയത്, ആ മാതംഗി. അല്ലെ, ആ സുന്ദരി കേട്ടെന്ന് അമ്പരന്നു പോയില്ലേ, കേട്ടൊരു മനോഹരി അമ്പരന്നു. അമ്പരന്ന് ഞെട്ടു. അല്ലെ, പേടിച്ചു പോയി അവള്. എന്നിട്ട് ഓതിനാൾ, ഓതിനാൾ പറഞ്ഞാൽ പറഞ്ഞു. അല്ലെ, നീ ഉയർന്ന ജാതിയാണോ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ ചോദിച്ചതാണോ എന്ന് ചോദിച്ചിട്ട് അവൾ അമ്പരന്നു. എന്നിട്ട് അവൾ പറഞ്ഞു, അല്ല
അല്ലലെന്തു കഥയിതു കഷ്ടമേ, അല്ലലങ്ങു ജാതി മറന്നിതോ. അല്ലലെന്തോ അയ്യോ ദൈവമേ ഇത് എന്ത് കഷ്ടം എന്ന് പറയില്ലേ, അതുപോലെ അല്ലലെന്തു കഥയിതു കഷ്ടം, എന്ത് കഥയായത് അല്ലേ, കഥയിതു കഷ്ടമേ. അല്ലലങ്ങു ജാതി മറന്നു പോയോ, മറന്നിതോ. അല്ലൽ ദുഃഖമാണ് അല്ലെ, അവൾ ദുഃഖത്തോടെ പറയാം, അല്ലൽ ദുഃഖത്തോടെ അങ്ങ് എന്താ ജാതി മറന്നിതോ, ജാതിയൊക്കെ മറന്നു പോയോ. അതെന്നാ മാതങ്കിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചാൽ ആർക്കാണ് ശിക്ഷ കിട്ടുക, മാതങ്കിക്കാണ്, ബുദ്ധവിഷുവിനല്ല അല്ലേ. അപ്പൊ അതറിയാം, എന്ത് ചെയ്താലും താഴ്ന്ന ജാതിക്കാർക്കാണ് കൂടുതൽ ശിക്ഷ കിട്ടുക. അപ്പൊ അന്നൊക്കെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ മരത്തിൽ കെട്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ മുക്കാലി കെട്ടിയിട്ടൊക്കെ അടിക്കും, ചാട്ടവാറും ഉണ്ട് അല്ലെ. അതുകൊണ്ട് അവൾക്ക് അതിന് ഭയമുണ്ട്, അതുകൊണ്ട് അവൾ പേടിച്ച് എന്ത് കഥയാണ് അങ്ങ്, കഷ്ടമാണ്, വല്ലാത്ത കഷ്ടമാണ് അല്ലേ, ജാതി മറന്നു പോയോ. നീചനാരിതൻ കയ്യാജലം വാങ്ങി രാജവയ്ക്കുമോ ചെല്ലലും മാര്യന്മാർ. എന്നിട്ട് ഇനി അയാൾക്ക് അദ്ദേഹത്തിന് അറിയില്ലയോ എന്ന് കരുതി അവൾ പറയുകയാണ്, നീചനാരിതൻ, നീചൻ നിഷ്ഠൂരനായ ക്രൂരനായ എന്നൊക്കെ നീചൻ നടത്തി അല്ലെ. താഴ്ന്ന ജാതിക്കാരെ അങ്ങനെയാണ് മറ്റുള്ളവര് എന്ത് ചെയ്ത സംബോധന ചെയ്തില്ല, അതുകൊണ്ട് പറയാം നീച നാരി, നാരി സ്ത്രീ അല്ലെ. നീച നാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കാമോ, യാചമിക്കാമോ കുടിക്കുക അല്ലെ, കുടിക്കാമോ. ചെല്ലലും ആര്യന്മാർ, ചെല്ലലുമറ പ്രശസ്തി ആർജിച്ച പേര് കേട്ട ചെല്ലലും ആര്യന്മാർ, ആര്യന്മാർ ഉയർന്ന ജാതിക്കാർ. കോപമേൽ അരുത്, അവർ നമ്മള് കോപപ്പെടും, ദേഷ്യപ്പെടും. എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിക്കൊടുത്ത ഉയർന്ന ജാതിയിലുള്ള അല്ലെങ്കിൽ പ്രശസ്തിയായ അല്ലെ, എപ്പോഴും ഇങ്ങനെയൊക്കെ സഹായിക്കും. ഉയർന്ന ജാതിയിലാണെങ്കിൽ എവിടെയെങ്കിലും അവിടെ ഒരു എന്താ പറയാ ഒരു പ്രമാണി ഉണ്ടാവും, അയാളായിട്ട് നിയമങ്ങളൊക്കെ പറയുന്നു അല്ലെ, ഒരു ഗ്രാമസഭ പോലെ അല്ലെ, അങ്ങനെ ഉണ്ടാവും. അപ്പൊ പറയാം അങ്ങനെ ചിലർ ആര്യന്മാരുണ്ട്, അവർക്ക് അവരുടെ കോപമേൽ അരുത് അല്ലെ, എൻ്റെ മേൽ അവർക്ക് ദേഷ്യം ഉണ്ടാകും, കോപമേൽ അരുത്, അതുകൊണ്ട് ചെയ്യരുത്. ജലം തന്നാലും, ഞാൻ വെള്ളം തന്നാലും എൻ്റെ മേലിൽ അവരൊക്കെ ദേഷ്യം ഉണ്ടാകും എന്ന് പറയാം. കോപമേൽ അരുത്, ജലം തന്നാലും, ഞാൻ ജലം തന്നാലും അവർക്ക് ദേഷ്യം ഉണ്ടാകും. പാവമുണ്ട് ഇവളൊരു ചണ്ടായി അല്ലെ, പാവമുണ്ട്, ഞാൻ വെറും പാവമാണ്, ഉണ്ട് ഇവളൊരു ചണ്ടാലിയാണ്. ചണ്ടാല സ്ത്രീ, ചണ്ടാലിയാണ് കാട്ടാളെന്നൊക്കെയാണ്, ഇവിടെ താഴ്ന്ന ജാതി അല്ലെ. ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തെങ്ങു വസിക്കുന്നു, ഞാന് ഈ ഗ്രാമത്തിന്റെ പുറത്താണ് ജീവിക്കുന്നത്, വസിക്കുന്നവന് ജീവിക്കുന്നു. ചാമർ നായകൻ തന്റെ കിടാത്തി ഞാൻ, ഞാൻ ചാമർ എന്ന നായകൻ തന്റെ, അത് പറഞ്ഞാൽ ചാമർ എന്ന ആളുടെ മകളാണ്, കിടാത്തി പറഞ്ഞ മകൾ അല്ലെ, മകളാണ് ഞാൻ. ഓതിനാൻ വിഷവും വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീ നാവ് വരണ്ടുവോ. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീ നാവ് വരണ്ടുവോ. എന്താ പറഞ്ഞത്, ഓതിനാൻ ഭിക്ഷുവേറ്റം, ഓതിന പറഞ്ഞ പറയാ, ഭിക്ഷുവേറ്റം ഭിക്ഷു വിലക്ഷനായിട്ട് ഒരു ഭാവവ്യത്യാസമില്ലാതെ, അദ്ദേഹത്തിന് ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും ഒന്നും ഇല്ലാത്ത പോലെ അല്ലെ, ഒരു വിശേഷവും ഇല്ലാത്തതാണ് വിലക്ഷനായി. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ഞാൻ ജാതിയൊന്നും ചോദിക്കുന്നില്ല. നീർഗാവ് വരണ്ടുവോ, ചോദിക്കുന്നത് എന്താണ്, കുറച്ച് വെള്ളം അല്ലെ, അതും എൻ്റെ നടന്നേ നാവൊക്കെ വരണ്ടു പോയിരിക്കുന്നു, വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ടാണ് അല്ലെ. ഒന്നാമത് അത് വരച്ചുള്ള പ്രദേശം, എവിടെയും വെള്ളം കിട്ടാൻ വഴിയില്ല, ഇനി കുറെ നടന്ന് ക്ഷീണിച്ചിട്ട് വരാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് വെള്ളം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്, ജാതിയല്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീ നാവ് വരണ്ടുകോ. ഭീതി വേണ്ട അല്ലെ, ഒരിക്കലും പേടിക്കൊന്നും വേണ്ട, എനിക്ക് വെള്ളം തന്നതിന് അല്ലെ, എന്തിനാ കുട്ടി പേടിക്കുന്നത്, അതാണ് ഭീതി വേണ്ട. തരിക ധനിക്കു നീ, നീ എനിക്ക് തരിക, ആ വെള്ളം തരിക. തരികതെനിക്കു നീ എന്നുടനെ കരപുടം നീട്ടിന എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കുടിക്കാനായിട്ട് കരപുടം, പുടം കൈ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, കൈ കൂപ്പി അല്ല കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നോട് കരപുടം നീട്ടിനാൻ, എന്നിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് മാതങ്കിയുടെ മുന്നിലേക്ക് ഇങ്ങനെ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നുടനെ കരപുടം നീട്ടിനാം ചെന്നിളം മനോഹരം സുന്ദരം അല്ലെ, ചെന്നളിന മനോഹരം, നളിനം താമര, താമരപ്പൂ പോലുള്ള കൈകളാണ്, അത്രയും ചുവന്ന മനോഹരമായ കൈകളാണ്, അതാണ് ചെന്നളിന മനോഹരം. ചുമന്ന, ചെന്ന് പറഞ്ഞ ചുമന്ന
നളിന താമരപ്പൂ പോലെ മനോഹരമായ സുന്ദരൻ. അത്രയും മനോഹരമായ ഒരു സുന്ദരനാണ് ആ ബുദ്ധസന്യാസി. പിന്നെ തർക്കം പറഞ്ഞില്ല അല്ലെ, അയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല, പിന്നെ അവൾ തർക്കിക്കാൻ നിന്നില്ല. അതാണ് പിന്നെ തർക്കം പറഞ്ഞില്ല ഓമലാൾ അല്ലെ, സുന്ദരി അവൾ. തന്നെയാണവൾ, തനി സ്ത്രീ അല്ലെ, ഒരു സ്ത്രീയാണ്, കല്ലല്ല ഇരുമ്പല്ല അല്ലെ. അവളുടെ മനസ്സ്, അവളൊരു സ്ത്രീയാണ്, അതുകൊണ്ട് അവളുടെ മനസ്സ് കല്ലുകൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഒന്നും നിർമ്മിച്ചതല്ല. അതാണ് പറയുന്നത്, എന്ത്, തന്നെയാണ് അവൾ, കല്ലില്ല ഇരുമ്പല്ല. തന്റെ മനസ്സോ കല്ല് ഇരുമ്പല്ല. അതുകൊണ്ട് ബുദ്ധസന്യാസി വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തു അല്ലേ. കൂന്തൽ മുടിത്തലവഴി മുറ്റും ഹാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരി വാച്ചറ്റു വിടർത്തവൾ പാരം വിസ്മയാം വിസ്മരിത താരമാറ്റെല്ലുന്നു മൈക്കണ്ണിയാൽ. കറ്റക്കാർ കൂന്തൽ കറ്റ പോലെ, അതുകൊണ്ട് നല്ല തിക്കുള്ള മുടി, കൂന്തൽ മുടി അല്ലെ, ആ മുടി മൂടി തലവഴി, തല അതിന് മൂടിയിരിക്കുന്നു തലവഴി. എന്തുകൊണ്ട്? മുറ്റും ഹാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കി, സാരി ഇങ്ങനെ തലയിലിടും അല്ലെ. അപ്പൊ പറയുന്ന മുടി തലവഴി മുറ്റി നിൽക്കുന്ന, ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന ഹാസ്യം മുഖം അല്ലെ. അവരുടെ മുടി തലവഴി മുറ്റും നിറഞ്ഞു നിൽക്കുന്ന, ആ നിറയെ മുടി ഇങ്ങനെ നിൽക്കുന്ന മുഖം. ഹാസ്യം മറഞ്ഞു കിടക്കുന്നു, ആ മുടിയൊക്കെ മുടി കൊണ്ട് പിന്നെ സാരി തലയിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവളുടെ മനോഹരമായ മുഖമൊക്കെ മറഞ്ഞു കിടക്കുകയാണ്, മറഞ്ഞു കിടക്കുന്നു. ചാരി സാരി ഒതുക്കി, അവൾക്ക് നേരെ കാണില്ല, ഇങ്ങനെ വെക്കുമ്പോൾ മുടിയും സാരിയും ഒക്കെ കൂടി ഈ മുഖത്ത് വന്ന് കിടക്കുക അല്ലെ. ആ മുഖത്തന്നെ ചാരു പറഞ്ഞ മനോഹര അല്ലെ, മനോഹരമായ ആ സാരിയൊക്കെ ഒതുക്കി അല്ലെ, മെല്ലെ സാരിയൊക്കെ ഇങ്ങനെ മേലേക്ക് ആക്കി, മുഖം കാണണ്ടേ അല്ലെ, ഒഴിച്ചു കൊടുക്കാൻ കണ്ണു കാണണ്ടേ അല്ലെ. സാരിയൊക്കെ ഒതുക്കി ചെറുചിരി, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ചോരും ചോരിവാച്ചെറ്റു വിടർത്തവൾ പാരം വിസ്മയമാണ് വിസ്മരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൽ. എന്താ പറയുന്ന, പാരം വളരെ വിസ്മയമാണ്, ആശ്ചര്യമായിട്ട്, വിസ്മരിതം വിസ്മയത്തോടുകൂടി, താരയായി തെല്ലു നിന്നു അല്ലെ, വിസ്മരിത താരയായി, താര ഒരു നക്ഷത്രത്തെ പോലെ ഇങ്ങനെ തിളങ്ങിക്കൊണ്ട്, മൈക്കണ്ണി, മൈക്കണ്ണിയാണ് മൈ എഴുതിയ കണ്ണോട് കൂടിയവൾ അല്ലെ, നല്ല സുന്ദരി എന്നർത്ഥം. മൈക്കണ്ണിയാണ് സുന്ദരി, മൈ എഴുതിയ കണ്ണോട് കൂടിയ, ആ കണ്ണ് ആശ്ചര്യത്തോടുകൂടി വിസ്മയത്തോടുകൂടി ഇങ്ങനെ അത്ഭുതത്തോടുകൂടി ആരെ നോക്കുകയാണ്? സന്യാസിയെ. ചോര ചെന്തളിരഞ്ചും മരുണാംശു പൂരത്താൾ മേനി മൂടി പുലർച്ചയിൽ വണ്ടിന ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടിൽ അലരി കാട്ടി നിൽക്കും പോലെ. ഏതുപോലെയാണ് കവി പറയുന്നത് നോക്കൂ. ചോര അല്ലെ, ചുവന്ന, ഇങ്ങനെ ചെന്തളിർ അല്ലെ, ചുവന്ന, ചോരാണ് ചുവപ്പാണ് അല്ലെ, ചെന്തളിർ ചുവന്ന തളിര്. എന്തായിരുന്നു, നമ്മുടെ തളിർ ചെടികളൊക്കെ തളിര് വരുമ്പോൾ അതിന് ചുവപ്പ് കളർ ഉണ്ട് അല്ലെ. അഞ്ചാറ് അതിനെ പോലും തോൽപ്പിക്കുന്ന അരുണാംശു, അരുണ സൂര്യൻ, അംശു രശ്മി, അപ്പൊ അരുണാംശുവാണ് സൂര്യരശ്മികളുടെ പൂരത്താൽ, സൂര്യരശ്മികളെ ഒന്നായിട്ട്, പൂരമനം നിറയുന്നതാണ് അല്ലെ. ആ പൂരത്താൽ മേനി, മേനി ശരീരം, മൂടി പുലർച്ചയിൽ സൂര്യന്റെ വെളിച്ച ആ ശരീരത്തെ വന്ന് തട്ടുന്നു എന്നാ അല്ലെ. അവളെ വന്ന് മൂടി എന്ന് പറയുന്നു. മൂടി പുലർച്ചയിൽ എന്ന പുലർച്ചയായിരിക്കുന്നു, പുലർച്ചയിൽ വണ്ടിടതെന്നും മുട്ടി വിടർന്ന ചെന്തണ്ടിൽ, അതാണ് പുലർച്ചെ സമയത്ത്, പുലരെ ഒരു വണ്ടിണ, ഒരു വണ്ട് വന്ന് ചെന്ന് മുട്ടി വിടർന്ന ചെന്തണ്ടിൽ അലരല്ലി. എന്താ പറയുന്നത്? ചെന്തണ്ടിൽ അലരല്ലി പറഞ്ഞ താമരപ്പൂല് ഇങ്ങനെ വന്ന് വണ്ട് മുട്ടുമ്പോൾ, പൂല് വന്ന് വണ്ട് മുട്ടുമ്പോൾ പൂ ഇങ്ങനെ വിരിയുന്നു അല്ലെ. ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഇതില് വണ്ടുണ്ട്, വണ്ടിന്ന് സ്പർശം ഏൽക്കുമ്പോൾ അത് മെല്ലെ ഇങ്ങനെ വിടരുന്നത് പോലെ കാട്ടി നിൽക്കുന്നു. അതുപോലെയാണ് ഇവൾ വെള്ളം ഇങ്ങനെ ഒഴിക്കാനായി കാട്ടി നിൽക്കുന്നത് അല്ലെ. അതുപോലെ പിന്നെ കൈത്താൽ വിറക്കയാൽ പാളയിൽ ചെന്നി നിന്നു തുളുമ്പി മനോജ്ഞമാർ. പിന്നെ എന്ത് ചെയ്തു? കൈത്താൽ എന്നാൽ താമര പൂ പോലുള്ള കൈ വിറയ്ക്കാൻ തുടങ്ങി അല്ലെ. എന്നാൽ താൻ വലിയൊരു കുറ്റകൃത്യം ചെയ്യുന്നത് പോലെയാണ് അവൾ ആ പേടിച്ചിട്ട് ആ വെള്ളം വിറയ്ക്കുന്ന കൈ കൊണ്ട് പാളയിൽ ചിന്നി നിന്നു. ചിന്നിയാണ് തെറുക്കി അല്ലെ, ഇങ്ങനെ ഒഴിക്കുമ്പോൾ ചിന്നി നിന്നു തുളുമ്പി, അതൊക്കെ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ആ എന്തായാലും പാളയിൽ നിന്ന് ചെതറിപ്പോവാണ് അല്ലെ. ഇങ്ങനെ വിറച്ചിട്ട് കൈ ഇളകുമ്പോൾ പാത്രം, നമ്മൾ ഒരു പാത്രം വെള്ളം എടുത്തിട്ട് വിറയ്ക്കുമ്പോൾ ആ വെള്ളമൊക്കെ ചിന്നി ചെതറി ഇല്ല, അതിന് വെളിയിലേക്ക് പോകും. അതുപോലെ ചിന്നി നിന്നു തുളുമ്പ്, തുളുമ്പ് പറഞ്ഞാൽ പുറത്തേക്ക് പോകും അല്ലെ. മനോജ്
മനോജ്ഞമായി എന്താ മനോഹരമായി. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ. ഏതുപോലുള്ള വെള്ളമാണ്? കണ്ണാടിയുടെ മദ്യം പൊട്ടിയാൽ അവിടെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ 4 ഭാഗത്തേക്ക് രശ്മികൾ ഇങ്ങനെ ലൈനായി പോകുന്ന കാണാം അല്ലെ? അതുപോലെയാണ് മദ്യം പൊട്ടി നുറങ്ങി വിലസുന്ന ഒരു കണ്ണാടി പോലെ, ശുദ്ധ കണ്ണാടി പോലെ കാന്തി ഭംഗി, അതുപോലുള്ള ഭംഗി ചിതറുന്നു നീർ. വെള്ളം അതുപോലെയാണ്. അത് 4 ഭാഗം ഭംഗിയുള്ള ഒരു കണ്ണാടി പൊട്ടിയതുപോലെ ചിതറുന്നു വെള്ളം. ആർത്തിയാൽ വിഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നതേ മെല്ലെ കുനിഞ്ഞവൾ. ആർത്തിയാൽ ഭക്ഷണം കഴിക്കാനുള്ള വെള്ളം കഴിക്കാനുള്ള ആർത്തി കൊണ്ട് വിഷു നീട്ടിയ കൈ, ഏതുപോലുള്ള കൈയാണ്? കൈപ്പൂവിൽ, പൂ പോലുള്ള ആ കൈയിൽ വാർത്തു നിന്നതേ വെള്ളം ഇങ്ങനെ ഒഴിച്ചു നിന്നതേ മെല്ലെ കുനിഞ്ഞവൾ, കുനിഞ്ഞുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പുണ്യശാലിനി നീ അല്ലെ? ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുന്നതും വിശന്ന് വരുന്നവന് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമുക്ക് പുണ്യം കിട്ടും അല്ലെ? അത് പുണ്യമാണ്. അതാണ് പുണ്യശാലിനി. എന്തുകൊണ്ടാണ് അവളെ എന്ത് പറയുന്നത്? പുണ്യശാലിനി എന്ന്. പുണ്യശാലിനി നീ പകർന്നിടും ഈ തണ്ണിൽ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം അല്ലെ? ആ വെള്ളം കുടിക്കുമ്പോൾ അതിലെ ആ പുണ്യശാലി നീ പകർന്നിടുന്ന ഈ വെള്ളം വിഷുവിന് പകർന്നിടുമ്പോൾ ആ തണ്ണീർ ആ ഓരോ തുള്ളി വെള്ളത്തിന്റെയും ഓരോരോ തുള്ളി തണ്ണീർ, ആ വെള്ളത്തിന്റെ ഓരോരോ തുള്ളിയും അന്തമറ്റ എന്താ? അവസാനമില്ലാത്ത അല്ലെ? അത്രയും അവസാന സുഹൃതഹാരങ്ങൾ, പുണ്യത്തിന്റെ മാലകൾ. ഹാരം പറഞ്ഞാ മാല അല്ലെ? ആ സുഹൃത പുണ്യങ്ങൾ, ആ ഹാരങ്ങൾ നിന്നാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ആ വെള്ളം കുടിക്കുമ്പോൾ ആ വിഷു ഓരോ തുള്ളി വെള്ളത്തിനും ആ മനസ്സില് നിന്റെ മേലെ, ആ വെള്ളത്തിന്മേലെ സുഹൃതമായ പുണ്യത്തിന്റെ മാലകൾ അർപ്പിക്കുന്നുണ്ടാവും, നിന്നിലേക്ക് അർപ്പിക്കുന്നുണ്ടാവും ആ ബുദ്ധ വിഷു എന്ന് പറയാം അല്ലെ? ഇത്ര മനോഹരമായ കവിതയാണ് ചണ്ടാല വിഷുക എന്ന് അല്ലെ? ആ വിഷുവിന് വെള്ളം അവിടെ ജാതി വ്യവസ്ഥ ഉണ്ടായിട്ടും അതെല്ലാം മറന്ന് അവര് കൊടുക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് കുമാരനാശാൻ വർണ്ണിക്കുന്നത് അല്ലെ? ആ ജാതി വ്യവസ്ഥയെ കുറിച്ചും അതിന്റെ ആ ബുദ്ധമതം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് വിശ്വസിക്കുന്ന നമ്മള് അതേ ഒരു ആശയം തന്നെയാണ് ബുദ്ധമതവും വയ്ക്കുന്നത്. എല്ലാവരും ഒരുപോലെ കാണുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബുദ്ധ സന്യാസി ആ വെള്ളം ചോദിച്ചതും അത് കൊടുത്തതും. ഈ പാഠഭാഗത്തിൽ പണ്ട് കാലത്ത് നിന്ന ജാതി വ്യവസ്ഥയും അതിലെ ഉണ്ടാകുന്ന മാറ്റങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ് കുമാരനാശാൻ ഈ കവിതയിൽ പറയുന്നത്. ഇത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹം ആ കവിത ചണ്ടാല വിഷു എന്ന കവിത അവതരിപ്പിക്കുന്നത്. അതിൽ കുറച്ച് ഭാഗങ്ങളെ ഉള്ളൂ അല്ലെ? നിങ്ങൾ എല്ലാവരും ചണ്ടാല വിഷു എന്ന ആ കവിത സമാഹാരം എടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. ആ കവിത എത്രയും സുന്ദരമായ ഒരു കവിതയാണ്. അതുകൊണ്ട് അത് എല്ലാവരും വായിക്കണം. ഞാൻ ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ വിടാം.